CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് ലഭിക്കാനുള്ള സമയം നീട്ടി നൽകി. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. CBSEയുടെ വെബ്സൈറ്റിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായത്. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. തുടർന്ന് ഉത്തരക്കടലാസ് ലഭിക്കാനുള്ള സമയം നീട്ടി നൽകി. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. CBSEയുടെ വെബ്സൈറ്റിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്നത്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ പ്രക്രിയയിലെ സാങ്കേതിക തടസ്സങ്ങളും മൂല്യനിർണ്ണയത്തിലെ പിഴവുകളുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെയാണ് ഒരു ദിവസം കൂടി നീട്ടി നൽകിയത്. സാങ്കേതിക പ്രതിസന്ധിയിൽ IIT വിദഗ്ധരും CBSE ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. ബാങ്കുകളുടെ പ്രതിനിധികൾ ഇന്നലെ തന്നെ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങിയെന്ന് സർക്കാർ അറിയിച്ചു. വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ IIT മദ്രാസിലെ വിദഗ്ധരടങ്ങുന്ന സംഘത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം ചുമതലപ്പെടുത്തി. പണമിടപാടിലെ പ്രതിസന്ധി മറികടക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ സാങ്കേതിക സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിസന്ധിയിൽ ഇടപെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാങ്കേതിക പിഴവിനെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ പരാതിയെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രി CBSEയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഏജൻസി സംബന്ധിച്ചും പരിശോധന നടക്കും. നിലവിലെ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും. എന്നാൽ പുനർമൂല്യനിർണ്ണയ നടപടികൾ ഇപ്പോഴും അവതാളത്തിലാണ്. പണമിടപാടിലെ പ്രശ്നമടക്കം സംഘം പരിശോധിച്ച് പരിഹരിക്കും. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകൾ കിട്ടുമെന്നും കൂടുതൽ ഫീസ് ഈടാക്കിയവർക്ക് റീഫണ്ട് നൽകുമെന്നും CBSE അറിയിച്ചു. പുതിയതായി അപേക്ഷ നൽകേണ്ടതില്ല. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.